തുറന്നേ പറ്റുള്ളൂ എന്നൊരുവൻ കട്ടായം കെട്ടിയാൽ എന്തു ചെയ്യും? കുറെ പരിശ്രമങ്ങൾക്കൊടുവിൽ ആ വാതിലും തുറന്നു വെച്ചു. കാവിൽ നിന്നിരുന്ന കരിനാഗങ്ങൾ വഴിമാറിയതുപോലെ അവൻ കണ്ടില്ലാത്രേ. അവർക്ക് അറിയാമായിരുന്നു അത്രേ ആഭരണ പെട്ടി കക്കാൻ വന്നവനല്ലെന്ന്. അവന്റെ നീതി മറ്റെന്തോ ആള് പോലും. സുന്ദരനാട്ടോ നിന്റെ ചെക്കൻ. നീലാംബരിയുടെ കാതിൽ അകത്തളത്തിൽ നടക്കുന്ന രഹസ്യം പതിയെ പറഞ്ഞു കൊടുത്തു ചാരു. നിറയെ സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ മുറി, പെട്ടികൾ, ഭംഗിയുള്ള കസേരകൾ, വലിയ വെങ്കല പാത്രങ്ങളും മോട്ടു വിളക്കുകളും. അങ്ങനെ കലവറ എന്നൊക്കെ പറയും പോലെ ഒരു മുറി. ചുവന്ന ആണിൽ എന്തോ മൂടി വെച്ചിരിക്കുന്ന കാണെ അവൻ ആ തുണി എടുത്തു മാറ്റി. ഒരു വലിയ ആഭരണപ്പെട്ടി. മണിച്ചിത്രത്താഴ് സിനിമയിൽ താക്കോൽ കണ്ടുപിടിക്കാൻ ശോഭന കഷ്ടപ്പെട്ട പോലെയൊന്നും അവൻ മെനക്കെട്ടില്ല. നിലത്തുനിന്നൊരു ചെറിയ വിളക്ക് കയ്യിലെടുത്ത് ഒറ്റത്തട്ടിൽ പൂട്ട് പൊട്ടിച്ചു. തുറന്നു വെച്ചക്കൽ താടിക്ക് കൈ കൊടുത്ത് ഒരേ നിൽപ്പ് നിന്നു. നിറയെ ആഭരണങ്ങൾ. സ്വർണം തന്നെ ആവണം. കുഴഞ്ഞു മറിഞ്ഞ് കിടപ്പാണ്. നാഗവല്യാവാൻ നിൽക്കാതെ ഒരു പുച്ഛത്തോടെ അവനെ നടക്കുമ്പോൾ മനസ്സിൽ കൽപ്പനയെ ഓർമ്മ വന്നു അവന്. തള്ള ഇതിലിട്ട് പൂട്ടണം. കേമൻ ആരൊക്കെയോ പറഞ്ഞു. ആഭരണങ്ങളിൽ തൊട്ടാൽ കരിനാഗൻ കണ്ണിൽ വിഷം ചീറ്റി കാഴ്ച മറക്കൂത്രേ. നീ അവനോട് അത് പറഞ്ഞു കൊടുക്കാത്തത് എന്തേ കുട്ടി? ചാരുവിന്റെ ചിരി നീലാംബരിയെ ശല്യപ്പെടുത്തി. ഒന്ന് പോ ചാരു, എനിക്ക് ഉറങ്ങണം. നീലാംബരി പിറുവിറുത്ത്. നിന്നെ ഉറക്കിയിട്ടുണ്ടാവില്ല അവൻ അല്ലേ? ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു സുന്ദരിയുടെ ഛായാചിത്രം അവൻ കണ്ടു. അവൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അപ്പോഴാണ് നിലത്തായി കീറിയ ദ്രവിച്ച നിലയിൽ ഒരു ബാഗ് ജാന്റെ കണ്ണിലുടക്കിയത്. അവന്റെ ഉള്ളൊന്ന് കാളി. ബാഗിനടുത്തേക്ക് അടി വെക്കുമ്പോൾ വല്ലാത്തൊരു ഇടർച്ച തോന്നി അവന്. പതിയെ കുനിഞ്ഞ് ബാഗ് കയ്യിലെടുത്തതും ബാഗിന്റെ അവശിഷ്ടങ്ങൾ പിന്നിപ്പറഞ്ഞ് കയ്യിൽ വന്നു. ഒപ്പം ഭാരമേറി എന്തൊക്കെയോ നിലത്തേക്ക് ചിതറി വീണു.